എവ്രിവൺ. അപ്പോൾ ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അപ്പവും സ്റ്റൂ ആണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഫുഡ്. എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് തോന്നും. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് റെസിപ്പി ചാനലല്ല, എനിക്ക് ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഇതൊക്കെ വെറൈറ്റിയാണ് കേട്ടോ, അല്ലെങ്കിൽ വല്ല കാലത്തും കിട്ടുന്ന ഒരു ഫുഡായിരുന്നു. പക്ഷേ ഇപ്പം ഈ പിള്ളേരുടെ സമ്മർ വെക്കേഷൻ ജൂൺ 26 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുതൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പത്തിനുള്ള അരിയും ചോറും തേങ്ങയും ഒക്കെ ഇട്ട് അരച്ച് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഈസ്റ്റും ആഡ് ചെയ്ത് പുളിപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 പൊട്ടറ്റോയും 2 മുളകും 1 സവാളയും കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും പീസും കൂടെയാണ് കേട്ടോ. ക്യാരറ്റും പീസും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫ്രോസനാണ് ഞാൻ എടുത്തത്. ബീൻസ് പക്ഷെ ഞാൻ മേടിക്കും, എന്നിട്ട് ഞാനത് കഴുകി ഉണക്കി കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാനത് അതിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുക. അപ്പോൾ ആ പാത്രം ചൂടായി അതിനകത്തേക്ക് എണ്ണയിട്ട് അതിനുശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പൂവ് ഇതൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് സവാള ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. എനിക്ക് കറിവേപ്പില എല്ലാത്തിലും ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ. അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി ഗാർലിക്ക് ഇതെല്ലാം ഇട്ടു നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് കഴുകി വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. പിന്നെ എനിക്ക് മഞ്ഞൾപ്പൊടി എല്ലാത്തിലും ഇടണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അപ്പമൊക്കെ നല്ല പുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി നല്ല ചൂടോടെ ചുട് സോഫ്റ്റ് അപ്പമൊക്കെ ആക്കി ചായയൊക്കെ അടിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൂ ഒക്കെ ഇവിടെ റെഡിയായി വെന്തു നല്ലതായിട്ട് വന്നു. അപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് നല്ല അടിപൊളി സ്റ്റൂ കറിയും റെഡിയായി. അപ്പോൾ അപ്പവും സ്റ്റൂവും ചേർത്ത് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായി. നാളത്തെ റെസിപ്പിയായി നാളെ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.